എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ഒരു ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷും മലയാളവുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്. ഗ്രൂപ്പ് ഓഫ് വെയിൽസിന് എന്താണ് പറയാന്ന്? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എ ആണ്, പോഡ് എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ എ ഗ്രൂപ്പ് ഓഫ് വെയിൽസിന് പോഡ് എന്നാണ് പറയുക, POD, പോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റണിം ഓഫ് കണ്ടാമിനേറ്റ് ഈസ്. കണ്ടാമിനേറ്റ് എന്ന് പറഞ്ഞാൽ മാലിന്യം നിറഞ്ഞത് എന്നുള്ള അർത്ഥമാണ് ആക്കണത്. അപ്പോൾ അതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് പ്യൂരിഫൈ എന്നുള്ളതാണ്. അപ്പോൾ D എന്നുള്ളതാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ 83 നമ്മൾ ഡെലീറ്റ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ആൻസർ എ ആണ്, പഴശ്ശിരാജ പുട്ടപ്പ് എ ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. Mimi said, I have been writing this letter. Change it into indirect speech. Mimi said that. എന്താണ് വരിക? She had been writing that letter. She had been ആക്കണം. Have ഉള്ളത് had ആക്കണം. I എന്നുള്ളത് she ആക്കണം. അപ്പോൾ she had been writing this letter. This ഉള്ളത് that ആക്കണം. അപ്പോൾ this letter എന്നുള്ളത് that letter എന്നാവും. അപ്പോൾ A എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഫോർ എ മെയിൽ സ്വാൻ. ആൻസർ D, കോബ്. COB, കോബ്. മെയിൽ സ്വാനിനെ കോബ് എന്ന് പറയും. അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ്. ആൻസർ B ആണ്, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. Our new employee is good at thinking out of the box. Next question. By the time we reached the station, the guard dashed the whistle. എന്താ വേണ്ടേ? Had blown എന്നാണ് വരിക. By the time we reached, അതായത് സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ ഇവിടെ had blown എന്ന് വരണം. The guard had blown the whistle. The synonym of the word eloquent is. Answer C ആണ്, fluent. Next question. She gave me dash book that I wanted. She gave me dash book that I wanted. ആൻസർ B ആണ്, ദ ബുക്ക്. പെർട്ടിക്കുലർ ബുക്കാണ്, എനിക്ക് ആവശ്യമായ ആ പെർട്ടിക്കുലർ ബുക്ക് അവൾ എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷീ ഗേവ് മീ ദ ബുക്ക്, അതായത് പെർട്ടിക്കുലർ ആയ കാരണമാണ് അവിടെ ദ ഉപയോഗിച്ചത്. ദാറ്റ് ഐ വാണ്ടഡ്, എനിക്ക് ആവശ്യമായത് തന്നെ തന്നു എന്നുള്ള അർത്ഥമാണ് ആക്കണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? ആൻസർ D ആണ്, സ്ത്രീലിംഗമാണ് പണിക്കാരി. പണിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗാവും, പണിക്കാരി എന്ന് പറയുന്നത് സ്ത്രീലിംഗാവും. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏതു വിഭാഗത്തിൽ പെടുന്നു? ആൻസർ D ആണ്, സലിംഗ ബഹുവചനം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന വാക്കിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനമാണ്. അതായത് സലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗവ്യത്യാസമുള്ളത്, അതാണ് സലിംഗം. അലിംഗം എന്ന് പറഞ്ഞാലോ ലിംഗവ്യത്യാസം ഇല്ലാത്തത് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അമ്മമാർ എന്ന് പറയുന്നത് സ്ത്രീലിംഗം തന്നെയാണ്, അല്ലെ? അപ്പൊ സലിംഗ ബഹുവചനമാണ് അത്. അമ്മമാർ എന്നുള്ളത് കൊണ്ട് ബഹുവചനമാണ്, അല്ലെ? അമ്മ എന്ന് മാത്രമല്ല അമ്മമാർ എന്ന് പറയുന്നുണ്ട്. അപ്പം സലിംഗ ബഹുവചനം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദമാണ്. ആൻസർ സി, അജ്ഞാനം എന്നുള്ളത് ഇങ്ങനെയല്ല എഴുതുക. അജ്ഞാനം എഴുതണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ആൻസർ ഡി ആണ്. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഉചിതമായ മറുപടി, അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി. ആൻസർ ബി ആണ്. ഉരുളക്കുപ്പേരി, അതാണ് ഉചിതമായ മറുപടി എന്നുള്ളതിന് ചേരുന്ന വാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ചൂതം, തേന്മാവ്, രസാലം, ഛത്രം. ഛത്രം എന്ന് പറഞ്ഞ കുടയാണ് അല്ലെ, ബാക്കിയെല്ലാം മാവിന്റെ പര്യായമായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായിട്ടാണ് അല്ലെ, കൃഷിയുമായിട്ടാണ് അമരത്തടത്തിൽ തവള കരയണം എന്ന് പറയുന്നത്. കുറെ വെള്ളം വേണം എന്നുള്ള അർത്ഥമാണ്, കൃഷിയായിട്ടുള്ള ആ ഒരു പഴഞ്ചൊല്ലാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിന്റെ വിപരീതം ഏത്? ഉഗ്രം ശാന്തം, സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് വരും? പിൻ പ്ലസ് കാലാണ് പിൽക്കാലം, ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദം ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.